വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴേക്കും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മുടി കളർ ചെയ്താലോ. ഈ സ്ട്രീക്സിൻ്റെ 80-90 രൂപയുള്ള ഈ ചെറിയ പാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് കളർ ചെയ്യാൻ പോകുന്നത്. കളർ ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ ബ്ലോണ്ടാണ്. ഈ ഒരു പാക്കറ്റിനുള്ളിൽ നമുക്ക് ഡെവലപ്പറും അതുപോലെ തന്നെ കളർ ആൻഡ് ക്രീമും ഉണ്ടാവും. ചിലതിൽ നമുക്ക് കളർ ആൻഡ് ക്രീമിന് പകരം പൗഡർ ആയിരിക്കും കേട്ടോ. അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്താൽ മതി. കൂടാതെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഗ്ലൗസും അതുപോലെ തന്നെ ഒരു കണ്ടീഷണറും കൂടി ഉണ്ടാവേ. ഡെവലപ്പറും കളർ ആൻഡ് ക്രീമും നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയ തിൻ പോർഷനായിട്ടാണല്ലോ നമ്മൾ ഹെയർ എടുക്കുന്നുണ്ടാവുക. ആ ഓരോ പോർഷൻസും നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, അലുമിനിയം ഫോയിൽ ഉണ്ടായില്ല. ഈ ചെറിയ പാക്കറ്റിൽ ബ്രഷ് അവൈലബിൾ അല്ല. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ബ്രഷ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടി ചെയ്തപ്പോൾ മനസ്സിലായി അലുമിനിയം ഫോയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ഒന്ന് ഉണങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പോലെ കിട്ടുന്നുണ്ടേ. പിന്നെ കളർ ചെയ്യുന്ന അത്ര മുടിക്ക് നല്ല കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂട്ടിൽ നിന്ന് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലതുണ്ടാവുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇവളുടെ തലയിൽ എടുത്തുകൊണ്ട് തന്നെ ക്രീമും അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്കിയുള്ളത് വെച്ച് ഞാനും ചെയ്തു, കുറച്ചുകൊണ്ട് ഇവനും ചെയ്തു കൊടുത്തേ. 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ അതിലും കൂടുതൽ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കിട്ടിയ കളർ ഷെയ്ഡ്. എനിക്ക് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വേണ്ടതുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെത് കിട്ടിയത് ഇങ്ങനെയാണ്. കാരണം ഞാൻ നേരത്തെ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒറിജിനൽ ഹെയർ കളർ ഏതാണോ അതനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന കളർ വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കളർ ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.